5 ഗണിത ചോദ്യങ്ങൾ ഉത്തരം കാണാനുള്ള സിമ്പിൾ മെത്തേഡ്സ് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം 2.7 ഗുണിക്കണം 2.7 ഗുണിക്കണം 2.7 പ്ലസ് 2.3 ഗുണിക്കണം 2.3 ഗുണിക്കണം 2.3 ബൈ 2.7 ഹോൾ സ്ക്വയർ മൈനസ് 2.7 ഇൻറ്റു 2.3 പ്ലസ് 2.3 ഹോൾ സ്ക്വയർ. ഇത് ഒറ്റ നോട്ടത്തിലെ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയും പ്രയാസമുള്ള കണക്കായിട്ടാണ് വിചാരിക്കുക. എന്നാൽ ഒരു സെക്കൻഡേ വേണ്ടു ഇതിൻ്റെ ഉത്തരം കാണാൻ. അതെങ്ങനെയാണെന്ന് പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ആ ചോദ്യം ഒന്ന് താഴെ എഴുതാം. 2.7 ഇൻറ്റു 2.7 ഇൻറ്റു 2.7 പ്ലസ് 2.3 ഇൻറ്റു 2.3 ഇൻറ്റു 2.3 ബൈ 2.7 ഹോൾ സ്ക്വയർ മൈനസ് 2.7 ഇൻറ്റു 2.3 പ്ലസ് 2.3 ഹോൾ സ്ക്വയർ. ചോദ്യം ഉണ്ടല്ലോ. ഒറ്റ നോട്ടത്തില് ഇതിന്റെ ഉത്തരം ഞാൻ എഴുതാൻ പോവാണ് 9. അപ്പൊ ചോദ്യമുണ്ട്, അതെന്താ ഇതൊന്നും ചെയ്തു നോക്കാണ്ട് വെറുതെ ഒരു ഗസ്സായിട്ട് 9 എഴുതി വെച്ചത്? അതാണ് പറയാൻ പോകുന്നത്. ഇതെന്താണ്? 2.7 ക്യൂബാണ് അല്ലേ? അല്ലെങ്കിൽ a ക്യൂബ് പ്ലസ് ബി ക്യൂബ് ബൈ ഇത് എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇത് ബി സ്ക്വയർ ആണ്, ഇത് എ ബി ആണ്, ഇത് എ സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ കിട്ടിയില്ലേ? ഈ രൂപത്തിലെ സംഖ്യകൾ കിട്ടിയാൽ നോ ഡൗട്ട് അതിന്റെ വിലയാണ് 9. അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം. ഒരു ക്ലാസ്സിലെ 12 കുട്ടികളുടെ മാർക്കിന്റെ ശരാശരി 40 എന്ന് കിട്ടി. പിന്നീട് 2 കുട്ടികളുടെ മാർക്ക് 54 പകരം 42 എന്നും 50 പകരം 74 എന്നും തെറ്റായി രേഖപ്പെടുത്തിയതെന്ന് മനസ്സിലായി. എന്നാൽ ആ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കിന്റെ യഥാർത്ഥ ശരാശരി എത്ര? വലിയ ചോദ്യമാണ്. നമുക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കും. എങ്ങനെയാണ് കുറച്ച് എളുപ്പത്തിൽ ഇതിന്റെ പരിഹാരം കാണുന്നത് എങ്ങനെയാന്ന് നോക്കാം. 12 കുട്ടികളുടെ മാർക്കിന്റെ ശരാശരി. അപ്പോ ആകെ എത്ര വരും? 12 ഇൻറ്റു 40 450 ആണ് ആകെ. പിന്നീട് 2 കുട്ടികളുടെ മാർക്ക് 54 പകരം, ശരിക്ക് 54 എന്നാ വേണ്ടത്, പക്ഷെ രേഖപ്പെടുത്തിയത് 42, ശരാശരി കണ്ടത്. പിന്നെ 50 പകരം എന്തായി? 74 എന്ന രേഖപ്പെടുത്തിയത്. അപ്പൊ ഇതാണ് ശരിക്ക് വേണ്ടത്. 54 50 104. പക്ഷെ രേഖപ്പെടുത്തിയ എത്രയാ? 42 74 116. ഇതിനേക്കാൾ എത്ര കൂടി? 104-നേക്കാളും 12 കൂടിയിട്ടാണുള്ളത്. ക്ലിയർ? 12 കൂടി പോയി. ശരിക്കും 104 വേണ്ടത്, പക്ഷെ 116 ആയിപ്പോയി. ആകെ എത്ര കുട്ടികളാണുള്ളത്? 12 കുട്ടികൾ. 12 കുട്ടികൾക്ക് 12 അധികമായി പോയി. അപ്പൊ ശരാശരിയിൽ എത്ര അധികം വന്നു? 12/12 സമം 1 അധികം വന്നു. ശരാശരിയിൽ 1 അധികം വന്നു. അപ്പൊ ഇതാവശ്യമില്ല. നേരത്തെ കിട്ടിയ തെറ്റായി കിട്ടിയ ശരാശരി എത്രയാ? 40. ശരിക്കും എന്ത് വേണ്ട? ഈ 1 വേണ്ട. അതായത് 40-ൽ 1 കുറച്ചാൽ മതി. 39 യഥാർത്ഥ ശരാശരി. ഓക്കെ. അടുത്ത ചോദ്യം. 1 + 2 + 3 പ്ലസ് ഇങ്ങനെ 100 വരെ കൂട്ടണം. 1 മുതൽക്ക് 100 വരെയുള്ള എണ്ണസംഖ്യയുടെ തുകയാണ്. അത് കാണാൻ ഒരു എളുപ്പ വഴിയുണ്ട് അല്ലേ? എന്താ? 1 + 2 + 3 പ്ലസ് 100 വരെ കൂട്ടണം. ഇത് കൂട്ടാനുള്ള വഴി എന്താ? ആദ്യ സംഖ്യയും അവസാന സംഖ്യയും കൂടെ കൂട്ടുക. 1 + 100 എത്രയാ? 101. 1 മുതൽക്ക് 100 വരെ എത്ര സംഖ്യകളുണ്ട്? 100 സംഖ്യകൾ. അതിന്റെ പകുതി എത്രയാ? 50.
അപ്പൊ 101 50 ഗുണിച്ചാൽ മതി. 5050 ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. 495, 253, 473, 672. 495, 253, 473, 672 ഈ 4 സംഖ്യകളുണ്ട്. അതിലെ ഒറ്റയാനെ കണ്ടെത്താൻ എപ്പോഴും ഒറ്റ നോട്ടേ വേണ്ടൂ അല്ലേ? 4ഉം 5ഉം കൂടെ കൂട്ടിയാൽ 9, 2ഉം 3ഉം കൂടെ കൂട്ടിയാൽ 5, 4ഉം 3ഉം കൂടെ കൂട്ടിയാൽ 7. അങ്ങനെ ഒരു പ്രത്യേകത ഈ 3 സംഖ്യകൾക്കുണ്ട്. ഇതിനകത്തില്ല. 6ഉം 2ഉം കൂടെ കൂട്ടിയാൽ 8 വേണ്ടത്, പക്ഷെ ഇവിടെ 7. അപ്പോൾ ഈ 4 കൂട്ടത്തിൽ ഇതാണ് ഒറ്റയാൻ. 672. അടുത്ത ചോദ്യം, അടുത്ത പദം MHC OKG QNK SQO. MHC OKG QNK SQO. MHC MHC OKG QNK SQO. ഒന്നാമത്തെ പദം, രണ്ടാമത്തെ പദം, മൂന്നാമത്തെ പദം, നാലാമത്തെ പദം, ഇനി 5ാമത്തെ പദമാണ് എഴുതേണ്ടത്. MN കഴിഞ്ഞിട്ടാണ് O, OP കഴിഞ്ഞിട്ടാണ് Q, QR കഴിഞ്ഞിട്ടാണ് S, T കഴിഞ്ഞിട്ട് U എഴുതുന്നു. അപ്പോൾ അടുത്ത പദത്തിലെ ആദ്യത്തെ അക്ഷരം U കിട്ടി. അടുത്തത് HIJ കഴിഞ്ഞിട്ട് K, K കഴിഞ്ഞിട്ട് LM എന്നിട്ട് N, N കഴിഞ്ഞിട്ടോ OP കഴിഞ്ഞിട്ട് Q. അപ്പൊ Q കഴിഞ്ഞാൽ R, S കഴിഞ്ഞിട്ട് T. അപ്പോ 2 അക്ഷരം കിട്ടി. 5ാമത്തെ പദത്തിന്റെ 2 അക്ഷരം. ഇനി 3ാമത്തെ അക്ഷരം നോക്കാം. ഇവിടെ C ആണ്. C D E F കഴിഞ്ഞിട്ടാണ് G. പിന്നീടോ G കഴിഞ്ഞ് HIJ കഴിഞ്ഞിട്ട് K, K കഴിഞ്ഞിട്ട് LM N കഴിഞ്ഞിട്ട് O, O കഴിഞ്ഞാലോ P Q R കഴിഞ്ഞാൽ S, U T S ആണ് അടുത്ത പദം.